KT സ്വാലിഹ് തുടരുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. സ്വാലിഹ്, ഇപ്പോൾ സംസ്കാരം സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ടല്ലോ, എങ്ങനെയാണ്? ആതിര, വിവിധ മേഖലകളിലെ പ്രമുഖരെല്ലാം തന്നെ ഇവിടെ അദ്ദേഹത്തെ കാണാനായി അദ്ദേഹമുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് വൈകിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൂടുതൽ വഷളാവുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. രാത്രിയോടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് കോഴിക്കോട്ടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അവിടെയായിരിക്കും പൊതുദർശനത്തിന് രാത്രി സൗകര്യമുണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10-ാം തീയതി മുതൽ അദ്ദേഹം ആശുപത്രിയിലുണ്ട്. വെള്ളിയാഴ്ച അദ്ദേഹത്തിന് ഹൃദയാഘാതം വന്നതിനെ തുടർന്നാണ് ആരോഗ്യനില കൂടുതൽ വഷളാവുന്ന സാഹചര്യമുണ്ടായിരുന്നത്. പിന്നീട് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത് മെച്ചപ്പെടുന്ന സാഹചര്യം വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്ന് വൈകിട്ടോടെ, ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൂടുതൽ വഷളാവുന്നു. വൈകിട്ടോടെ അദ്ദേഹത്തിൻ്റെ കിഡ്നിയുടെയും ഹൃദയത്തിൻ്റെയും ഒക്കെ പ്രവർത്തനം മന്ദഗതിയിലാവുന്ന സാഹചര്യമുണ്ടായി. അത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവും വൈകിട്ടോടെ അദ്ദേഹത്തിൻ്റെ മരണവും സ്ഥിരീകരിച്ചു. ആതിര. ശരി, KT സ്വാലിഹാണ് ആശുപത്രിയിൽ നിന്ന് തത്സമയ വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. സുനിൽ തുടരുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. സുനിൽ, നേരത്തെ എഴുത്തുകാരി KR മീര പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. MDയുടേതായിട്ടുള്ളൊരു ശൈലി, ഒരു സ്റ്റൈൽ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് MD വാസുദേവൻ നായർ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ എഴുത്തിലൊക്കെ തന്നെ നമ്മളത് കണ്ടതാണ്. കാലത്തിനൊത്തു മാറുന്ന ഒരു എഴുത്ത് രീതി അദ്ദേഹം സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായി എല്ലാവരും, വായനക്കാരായാലും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായാലും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളായാലും അതുതന്നെയാണ് വളരെ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. MT എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിൽ പുലർത്തിയിരുന്ന സത്യസന്ധതയും അതിൻ്റെ പ്രത്യേകതയും, അതിൻ്റെ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം, അത് ഏത് രീതിയിലായിരിക്കണം നിരത്തി വയ്ക്കേണ്ടത്, അങ്ങനെ നിരത്തി വയ്ക്കുമ്പോൾ അതിനുണ്ടാകുന്ന സൗന്ദര്യം എന്താണ് എന്ന് എഴുത്തുകാർക്കൊക്കെ കാണിച്ചു കൊടുത്ത ഒരു സാഹിത്യ പ്രതിഭ, അല്ലെങ്കിൽ ഒരു ചരിത്രം, ഒരു വലിയൊരു തലയെടുപ്പുള്ള ഒരു ആനയെന്ന് നമുക്ക് ഗജകേസരി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് പോലെ അദ്ദേഹം ചരിത്രത്തിൻ്റെ തന്നെ ഒരു കേസരിയായി നമുക്ക്, അല്ലെങ്കിൽ എഴുത്തുകാരുടെ ഒരു കേസരിയായി തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം മുമ്പ് സ്വാലിക്ക് പറഞ്ഞു. നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് നാളെ 5 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ തന്നെയുണ്ട്. അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ആദ്യം കൊണ്ടുപോകുന്നത്. നാളെ 4 മണി വരെ വീട്ടിലായിരിക്കും മൃതദേഹം ഉണ്ടാവുക എന്നുള്ളതാണ്. പൊതുദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്തൊക്കെ പല സുഹൃത്തുക്കളോടും പറഞ്ഞതായി നമ്മൾ പലയിടത്തും വായിച്ചിട്ടുള്ള കാര്യം പങ്കുവയ്ക്കുന്നത്, അദ്ദേഹം അത്തരം കാര്യങ്ങൾ ഒന്നും പാടില്ല എന്ന് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അത് കാര്യങ്ങളിലൊക്കെ ഇനി സംസ്ഥാന സർക്കാരിൻ്റെ കൂടെ ഒരു സ്വത്താണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ സാംസ്കാരിക മന്ത്രി, മുഖ്യമന്ത്രി അടക്കം അവിടേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ എത്തിയ ശേഷം അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം, ഔദ്യോഗികമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. എന്തായാലും സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി 2 ദിവസത്തേക്ക് ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. MBയുടെ വിയോഗത്തിൽ അനുശോചിച്ചുകൊണ്ടാണ് 2 ദിവസം ദുഃഖാചരണം നടത്തുന്നത്. മന്ത്രിമാരെല്ലാം അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളൊക്കെ വായിച്ച്, അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട്, അദ്ദേഹത്തിൻ്റെ തിരക്കഥകളുടെ ശക്തി മനസ്സിലാക്കിയ എല്ലാവരും ആസ്വദിച്ച്, എല്ലാവരും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് വളരെ ദുഃഖത്തോടു കൂടി തന്നെയാണ് അവർക്ക് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ വാർത്ത ശ്രവിച്ച് അതിന് നമ്മുടെ ചാനലിലൂടെ തന്നെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സുനിൽ, നമുക്കിനി മലയാളിക്ക് MD വാസുദേവൻ നായർ ഇല്ലാത്ത കാലമാണ്. ഹൃദയാഞ്ജലി അർപ്പിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. കാരണം മലയാളമുള്ള കാലത്തോളം, മലയാളത്തിലെ അവസാന വാക്ക് എഴുതിത്തീരുന്ന കാലത്തോളം MD വാസുദേവൻ നായർ എന്ന പേര് ഏറ്റവും തിളക്കത്തോടെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. കാരണം മലയാളിയുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാവങ്ങളെയും ഇത്ര സൂക്ഷ്മതയോടെ, ഇത്ര ലാളിത്യത്തോടെ നമുക്ക് പറഞ്ഞു തന്ന മറ്റൊരു എഴുത്തുകാരനില്ല എന്നതാണ് അതിൻ്റെ വസ്തുത, അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ MD എന്ന് പറയുന്ന 2 അക്ഷരം മലയാളിക്ക് എല്ലാമായിരുന്നു. ഒരു സാധാരണ മലയാളിയുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാവങ്ങളും ആ 2 അക്ഷരത്തിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞു, വായിച്ചറിഞ്ഞു, കണ്ടറിഞ്ഞു. അതുകൊണ്ട് തന്നെ MD ഇല്ലാത്ത കാലം മലയാളിയെ സംബന്ധിച്ച് അതിനി എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയുക തന്നെ വേണം. കാരണം അത്രമാത്രം വലിയൊരു ശൂന്യതയായിരിക്കും. എഴുത്തിൻ്റെ ഒരു സൂര്യൻ
ഒരു യുഗസൂര്യനാണ് അസ്തമിച്ചു പോകുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മാത്രമേ നമ്മളിൽ നിന്ന് മറഞ്ഞു പോകുന്നുള്ളൂ. അക്ഷരങ്ങളിലൂടെ, അദ്ദേഹം എഴുതിയ വാക്കുകളിലൂടെ, കഥകളിലൂടെ, രചനകളിലൂടെ നമ്മളുള്ള കാലത്തോളം ആ മനുഷ്യൻ, ആ മഹാനായ കലാകാരൻ ജീവിക്കുമെന്നതാണ് ഓരോ മലയാളിയും ഈ നിമിഷം ഏറ്റവും സങ്കടത്തോടെ പറയുന്നത്.